പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പുറകിലൊന്നുമല്ല. ഒരു 20-21 വയസ്സൊക്കെ ഉള്ളപ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തനിച്ച് എവിടെയും വിടില്ലായിരുന്നു. എന്തിന് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോലും. എന്നിട്ട് ഞാൻ പോകാതിരുന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛൻ മരിക്കുന്നത്. ഞങ്ങൾക്കന്ന് ക്ലാസ് ഉള്ളതുകൊണ്ടും അവളുടെ വീട് കൊല്ലത്തായതുകൊണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ലഞ്ച് ബ്രേക്കിന് ശേഷം ഇറങ്ങാമെന്ന്. കൂടെ ഞങ്ങളുടെ എച്ച്ഒഡിയും ഒരു മിസ്സും വരാമെന്ന് പറഞ്ഞു. എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചു ഞാനും കൂടി പോയിക്കോട്ടെ എന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ 2 കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. നീ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന്. 2, നീ ഇനി ഇപ്പൊ പോയി കഴിഞ്ഞാൽ എപ്പോൾ തിരിച്ചു വരാനാണെന്ന്. അതുകൊണ്ട് എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ശരിക്കും വിഷമായി. ഇങ്ങനെയുള്ള എൻ്റെ വീട്ടിൽ ഞാൻ ജർമ്മനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു യുദ്ധം തന്നെയാണ് ഉണ്ടായത്. നീ ഇപ്പൊ എന്തിനാ പോകുന്നത്? അച്ഛന് തലവേദന ഉണ്ടാക്കാതെ വേഗം കല്യാണം കഴിച്ച് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ ചില നാട്ടുകാരും ഞാൻ പോകുന്നത് ഇഷ്ടപ്പെടാത്ത ചില റിലേറ്റീവ്സും എനിക്കുണ്ട്. ഞാനിപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് 1 വർഷം ആവാൻ പോവാണ്. തനിച്ച് സ്വന്തം ജില്ല വിട്ടു പോകാത്ത ഞാൻ ഇന്ന് 4ാമത്തെ രാജ്യം കാണാൻ വേണ്ടി പോവാണ്. 2 വർഷം മുന്നേ ഇതൊക്കെ എനിക്ക് സ്വപ്നം മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒന്നും ഉറപ്പാണ്, മനസ്സുകൊണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. വീട്ടുകാരുടെ മുന്നിൽ ഞാനൊരു തന്നിഷ്ടക്കാരിയായി മാറിയെങ്കിലും അന്ന് ഞാൻ എൻ്റെ ഫാമിലിയിൽ സൃഷ്ടിച്ച വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ താഴെ വളർന്നു വരുന്നവർക്ക് കുറച്ചും കൂടി ഫ്രീഡം നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചു.